Hello everyone, welcome back to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് ക്രിസ്പി ഫ്രൈഡ് പാസ്ത. നമ്മൾ കുർക്കുറയൊക്കെ വാങ്ങിക്കഴിക്കില്ല, അപ്പോൾ അതിൻ്റെ അതേ ഒരു ടേസ്റ്റ് ആണ്. അപ്പോൾ ഇനി നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനത്തെ പാക്കറ്റ് ഐറ്റംസ് വാങ്ങിക്കഴിക്കാതെ വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ക്രിസ്പി ഫ്രൈഡ് പാസ്ത കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം നമുക്കൊന്ന് പാസ്ത ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ 1/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 2 കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നാട്ടിലൊക്കെ നോർമലി ആയിട്ട് കിട്ടുന്നത് മാക്രോണിയാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റായി ഇത് കുക്കാവുന്നു. അപ്പം നമുക്ക് തുറന്നു നോക്കാം. ഇനി പാസ്ത കുക്കായോ നമുക്ക് നോക്കാം. അപ്പോൾ പാസ്ത എടുത്തിട്ട് ഞാനൊരു കത്തി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് നോക്കുന്നത്. അത്യാവശ്യം നല്ല ചൂടുള്ളത് കാരണം എങ്ങനെ വേണമെങ്കിൽ ഒന്ന് കുക്കായോ നോക്കാം. ഇതിപ്പോൾ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഈ പാസ്ത ഇതേപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയതിനു ശേഷം 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ പോയി കിട്ടും. ഇപ്പോൾ പാസ്തയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാസ്ത വേറൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാസ്തയും കോൺഫ്ലവറും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു വേറൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മിക്സ് ചെയ്തിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്ത് എക്സസ് ആയിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സൊക്കെ പോകാനായിട്ടാണ് ഞാനിങ്ങനെ അരിപ്പയിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതേപോലെ പാസ്തയിലുള്ള എക്സസ് ആയിട്ടുള്ള കോൺഫ്ലവറൊക്കെ നമുക്ക് അരിച്ച് കളയാം. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് പാസ്ത ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പൊടികളൊന്നും അധികം നമ്മൾ എണ്ണയിലേക്ക് പോവില്ല. അതിനായിട്ടാണ്. ഇനി ഈ പാസ്ത നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഓരോ പാസ്തയായിട്ട് ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആയി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പാസ്ത ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആയി കിട്ടില്ല. പിന്നെ ചിലപ്പം പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോവാനും ചാൻസ് ഉണ്ട്. 2-3 മിനിറ്റ് തന്നെ ഈ പാസ്ത ഫ്രൈ ആയി കിട്ടും. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേപോലെ തന്നെ എല്ലാ പാസ്തയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ പാസ്തയിലേക്ക് കുറച്ച് പൗഡേഴ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ, 1 ടീസ്പൂൺ ചാറ്റ് മസാല, പിന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ നമുക്ക് ഈ പാസ്തയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികൾ പാസ്തയിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ചെയ്താലും മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. എങ്ങനെയാണെങ്കിലും ഈ പൊടികളും പാസ്തയായിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ പാസ്തയും മസാലപ്പൊടികളും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ക്രിസ്പി ഫ്രൈഡ് പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നല്ല കറുമുറ എന്നുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം. അപ്പം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഫ്യൂച്ചറിൽ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.